ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിനാസ് വ്ലോഗ്. ഞാൻ എൻ്റെ സ്വന്തം വീണ. നമ്മളപ്പോൾ ഇന്ന് തലശ്ശേരിക്കാണ് ഇരിക്കുന്നത്. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തലശ്ശേരി കോട്ടയും കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് 8:15 കഴിഞ്ഞു. 8:30 ബസ്, പിന്നെ 9:15 ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റണ്ണിങ് ഔട്ട് ഓഫ് ടൈമാണ്. അപ്പോൾ ഓടുകയാണ്, നടക്കില്ല. അപ്പോൾ ബാക്കി കാഴ്ചകൾ എടുക്കാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് കിട്ടാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ പിടിക്കാത്ത ബസ്സിൽ തന്നെ തലശ്ശേരിക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾ റാണിയുടെ വീട്ടിലെത്തി. അതെ, ഞങ്ങൾ റാണിയുടെ വീട്ടിലെത്തി. അതുകൊണ്ട് ഫുഡിൽ കോൺസെൻട്രേഷൻ ആയിരുന്നു. വ്ളോഗൊക്കെ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. നമ്മളങ്ങനെ തലശ്ശേരിയിലെ റാണിയുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലല്ല വന്നത്, ഞങ്ങൾക്ക് കുറച്ച് സമയം വയ്ക്കും, ട്രെയിൻ മിസ്സായി. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് എത്തിയത്. അതുകൊണ്ട് വലിയ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ എത്തിയിട്ട് നല്ല വോം വെൽക്കം വരുന്നു. നല്ല തലശ്ശേരി ഒതൻറ്റിക് ബിരിയാണിയൊക്കെ ആരുടെ ഉമ്മ വെച്ചെന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫോർട്ടൊക്കെ കാണാനായിട്ട് പോകുന്നതാണ് ഇപ്പോഴത്തേക്ക് തീരുമാനം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. റാണിയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. നമ്മളിപ്പോൾ കോട്ടയുടെ അങ്ങോട്ട് എത്തിയേക്കാണ്. നമുക്ക് കോട്ടയുടെ വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ കോട്ടയുടെ അകത്താണുള്ളത്. ഈ ഒരു കോട്ട എന്ന് പറയുന്നത് ഫ്രഞ്ചുകാര് ഫസ്റ്റ് മൺകോട്ടയായിട്ടാണ് പണിയിപ്പിച്ചത്. പിന്നെ ബ്രിട്ടീഷുകാർ 17th സെഞ്ച്വറി വന്നപ്പം ഇവിടെ ഒരു പാണ്ഡികശാല പണിഞ്ഞു. അങ്ങനെ അതിനുശേഷം 1708 ബ്രിട്ടീഷുകാർ കോട്ട പണിഞ്ഞത്. അതും കോലോത്തിരിയുടെ പെർമിഷനോട് കൂടിട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു കോട്ടയുടെ ഒരു നിർമ്മാണ ചരിത്രം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് ഒരു പ്രിസൺ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല, പക്ഷെ പ്രിസൺ ആണ് അത് അന്നത്തെ കാലത്തെ. ഇത് കോട്ടയുടെ മുകൾ വശത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. 1781 ഹൈദരാലി ഈ ഒരു ഫോർട്ട് ആക്രമിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ കോലോത്തിരി ഈ ഒരു കോട്ട പണിയാനായിട്ട് അനുമതി കൊടുത്തു എന്ന്. ആ ഒരു സമയത്ത് കൊറങ്ങോട്ട് നായർ ഒരു നാട്ടുരാജാവാണ്. അദ്ദേഹത്തിന്റെ ആൾക്കാരും റിവോൾട്ട് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു കോട്ട ശക്തിപ്പെടുത്തിയിരുന്നു. പിന്നെ 1781 മൈസൂരിലെ രാജാവായിട്ടുള്ള ഹൈദരാലി ഈ ഒരു കോട്ട ആക്രമിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കോട്ടയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതെ, ഇവിടുന്ന് ചാടിയാൽ താഴെ കിടക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ജോബിൻ എത്തിയിരിക്കുകയാണ്.
എന്താ നെയിലാർട്ട് വൈശുവിന്റെ വക നെയിലാർട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കാണുന്നോ? യെസ്, കോട്ടയെ പോലും വെറുതെ വിടാത്ത നെയിലാർട്ട്. ജോബിയും സുർജിത്തും ജോബി അതൊക്കെ ജയിലാണ് കേട്ടോ. അല്ലേ? അതെ അതെ, ജയിൽ പോലെ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല കേട്ടോ, ജോബിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകണം. മിക്കവാറും കടൽപ്പാലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ച് കാണാം. നമ്മളങ്ങനെ കോട്ടയുടെ ബാക്കിലുള്ള കടലിന്റെ അങ്ങോട്ട് എത്തിയേക്കാണ്. നല്ല രസല്ലേ? ഇതങ്ങനെ ബീച്ച് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ പബ്ലിക് അങ്ങനെ വരാത്ത ബീച്ച് ഏരിയ ആണ്. മത്സ്യത്തൊഴിലാളികളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കൊറേ ബോട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കടൽപ്പാലം അവിടെ എത്തിയിട്ടോ. പക്ഷേ കടൽപ്പാലം ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതൊരു നഷ്ടമായിപ്പോയി. ബട്ട് നോ പ്രോബ്ലം, നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബോട്ടോക്ക് സോ നമ്മളങ്ങനെ കടലും കടൽപ്പാലും ഒക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിക്കുകയാണ് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.